ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ പരിചിതമായൊരു വാക്കാണ് സൗമ്യത. സൗമ്യത എന്ന വാക്ക് സാധാരണയായി അർത്ഥമാക്കുന്നത് ശാന്തത, വിനയം, മൃദുലമായ പെരുമാറ്റം, സഹിഷ്ണുത എന്നൊക്കെയാണ്. പെരുമാറ്റത്തിലെ മൃദുലമായ, സ്നേഹപൂർണമായ, ക്ഷമാപൂർവമായ അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. സങ്കീർത്തനം 37:11 സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കുമെന്നും, സങ്കീർത്തനം 25:9 ദൈവം സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് നാം കാണുന്നു. സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് കാണുന്നു. പ്രിയമുള്ളവരെ, എന്തായിരുന്നു മോശയുടെ സവിശേഷത? ദൈവം മോശയ്ക്ക് കൊടുത്ത എല്ലാ കൽപ്പനകളും ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും മോശ അതുപോലെ തന്നെ ചെയ്തു എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് തന്നെ ദൈവം കൂടെ ഇരുന്ന് മോശയെ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നതായി നാം വചനത്തിൽ കാണുന്നു. അപ്പോൾ ബൈബിൾ വിവക്ഷിക്കുന്ന സൗമ്യത ദൈവവചനം കേൾക്കാനും ഗ്രഹിക്കാനും അത് അങ്ങനെ തന്നെ അനുസരിക്കാനും തയ്യാറാകുന്ന ഒരു മനോഭാവമാണ്. സൗമ്യതയുള്ളവർക്ക് ദൈവഹിതപ്രകാരമുള്ള വിശുദ്ധീകരണത്തിലേക്ക് നയിക്കപ്പെടുവാൻ എളുപ്പമാണ്. കാരണം അങ്ങനെയുള്ളവർ ദൈവവചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുകയും അവ പഠിച്ച് അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കുകയും ചെയ്യും. ദൈവം തൻ്റെ വഴി അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ അതിലൂടെ മുന്നേറുകയും നിത്യരക്ഷയെ അവകാശമാക്കുകയും ചെയ്യും. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ സൗമ്യത പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലൊന്നായി കാണുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആത്മശക്തിയാൽ നമ്മിലുണ്ടാകേണ്ട സവിശേഷമായ ഒരു സ്വഭാവമാണപ്പോൾ സൗമ്യത. ദൈവമനുഷ്യർ പിന്തുടരേണ്ട ഉത്കൃഷ്ടമായൊരു ഗുണവിശേഷമാണ് സൗമ്യതയെന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. അതുപോലെ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് പത്രോസ് ശ്ലീഹ ഊന്നി പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവവൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന കൃത്യമായൊരു ബോധ്യം നമുക്ക് തരുന്നു. ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവപൈതൽ. കാരണം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന്. ശത്രുക്കളെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും എല്ലാവരോടും സമാധാനം ആചരിക്കുവാനും ദോഷം ചെയ്യുന്നവരോട് ദീർഘമായി ക്ഷമിക്കുവാനും കർത്താവ് നമ്മെ പഠിപ്പിച്ചതിനാൽ നമ്മളിലും ആ ഭാവം തന്നെ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സമാധാനം നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകും. നാം സ്നേഹം കൊണ്ട് ഈ ഭൂമിയെ കൈവശമാക്കും. കാരണം ഈ ലോകത്തിന് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നത് സ്നേഹവും സമാധാനവും സഹിഷ്ണുതയും ഒക്കെയാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ വെളിച്ചമായി, സുഗന്ധമായി, രുചി പകരുന്ന ഉപ്പായി ദൈവം നമ്മെ നിയോഗിച്ച് ആക്കിയിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നാം കർത്താവിന് ഫലമുള്ളവരായി തീരാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. നമുക്കതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.